showed me mercy with your nailed down, bruised and bleeding arms. Father, here I am. I'm broken, I'm condemned. Father, lift me up. Wanna feel your warmth, your love. Father, here I am. I'm broken, I'm condemned. Father, lift me up. Wanna feel your warmth, your love. They stop with open arms, waiting to embrace. My Father, you won't walk away from my broken heart and cold. They stop with open arms, waiting to embrace. My Father, you won't walk away from my broken heart and cold. They stop with open arms, waiting to embrace.
പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവിലേക്ക് പോകാൻ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് അവിടുത്തെ ചിന്തകൾ, ആലോചനകൾ, തീരുമാനങ്ങളെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ, സമാധാനത്തോടെ മടങ്ങി വരുവോളം ദൈവകൃപയുടെ കരങ്ങളിൽ നമ്മളെ പൊതിയുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ദാസനിൽ സംവേദനമായി വായിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. 112 സങ്കീർത്തനം വായിക്കും. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരെയുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവൻ ഒരു നാള് കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്നെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടി ചുരുങ്ങി പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടി ചേർത്താണ് കരങ്ങൾ ഉയർത്തിയതും നിന്റെ കുഞ്ഞുങ്ങൾ പരദേശികളായി പാർക്കുന്ന കുടുംബത്തിൽ നിങ്ങൾക്ക് നൽകി തന്ന പ്രിയപ്പച്ചനായി ഇവിടെയുള്ള അമ്മച്ചിക്കായി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർക്കായി ബാബു പാസ്റ്റർക്കായി ഞങ്ങൾ കൂടുതൽ ഉദ്ദേശിച്ച് ഞങ്ങളുടെ അപ്പച്ചനറിയാം. ഞങ്ങളുടെ കുഞ്ഞിനെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം തക്ക സമയത്ത് കാര്യങ്ങളെ ക്രമീകരിച്ചു. അതിന്റെ നിശ്ചയത്തോടെ ബന്ധത്തിൽ ഞങ്ങൾ തിരുവല്ലിലേക്ക് കടന്നു പോകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. വാഹനത്തെ സൂക്ഷിക്കണമേ. വഴിയിൽ കാക്കണമേ. അവിടെ ഞങ്ങൾ ചെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ, ചിന്തകളെല്ലാം സന്തോഷമായി തീരുവാൻ കർത്താവിടെയാക്കണമേ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമ കുടുംബനാഥയ്ക്ക് ആവശ്യമായ എല്ലാ നന്മകളാലും അനുഗ്രഹത്താലും വിവേകത്താലും പരിജ്ഞാനത്താലും എന്റെ കുഞ്ഞിനെ നിറയ്ക്കണമേ. ദൈവകൃപകൊണ്ട് മൂടണമേ കർത്താവേ. അടുത്ത ആഴ്ച വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം നിന്റെ മകളെ ചുറ്റി പരിപാലിക്കണമേ. ശത്രുവിന്റെ നോട്ടങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കണമേ. കെട്ടിയെടുത്ത് തോട്ടം പോലെ മുദ്രയിട്ട് കിടന്നത് പോലെ നിന്റെ കുഞ്ഞുങ്ങളെ നീ പരിപാലിക്കണമേ. ആ മോന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരും തക്ക സമയത്ത് വന്നു ചേരുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ആശ്രയിക്കുന്നു. നിന്റെ മാർവിൽ ചാരുന്നു. ഞങ്ങൾ മടങ്ങി വരുവോളം കൃപയിൽ പൊതിയണമേ. അപ്പച്ചനായി മേഴ്സിയുടെ മാതാവിനായി പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിന്റെ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ദൈവർക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം നൽകിയതാ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തു യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും നാം കടന്നു പോകുന്ന വഴിയാത്രയിലും അവിടുത്തെ തീരുമാനങ്ങളോടും മടങ്ങി വരുവനോടും ഇപ്പോൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിനും സ്തോത്രം. ചിരകാല
മനോഹരമായ നല്ല ഈ പകൽവേളയ്ക്ക് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാഗനിശ്ചയമായി ഇന്ന് പകൽ ഞങ്ങൾക്ക് ഈ ഹാളിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളിലും വേണ്ടപ്പെട്ടവർ സഹോദരങ്ങളെ തക്ക സമയത്ത് ഈ ഹാളിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. ശുശ്രൂഷിക ദൈവദാസന്മാരും തക്ക സമയത്ത് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വഴിയാത്രകളൊക്കെ ദൈവത്തിന് വലിയ കരം കൂടിയിരുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ ഹാളിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കണമേ. കടന്നു വരുന്നവർക്ക് ഒരു വലിയ വിടുതലും അനുഗ്രഹത്തിനും കാരണമാക്കി ദൈവം തീർക്കുമാറകണമേ. ഞങ്ങളെയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധന്മാരെ ബലപ്പെടുത്തണം. കൃപയിൽ ദൈവം പുതിയുമാറകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ അരുളിലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ. അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവ്വവും. അങ്ങെപ്പോലൻ ദൈവമേ അരുളിലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ. അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവ്വസ്വം. ആരാധന അങ്ങേക്കാരാധന എന്നേശ്വരേ. അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന എന്നേശ്വരേ. അങ്ങേക്കാരാധന. നാം അതേ നിൽക്കുമ്പോൾ ഒരു വേദഭാഗം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുമിത് ജേക്കബ് വായിക്കുകയും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ MK ജോൺ അവറുകൾ തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. 20-ാം സങ്കീർത്തനം വായിക്കും. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളയണമേ. ഞങ്ങളുടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വിലയേറിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ വഴികളിലും ഞങ്ങളുടെ കർത്താവിനെ ഓർക്കുവാനും ഞങ്ങളുടെ കർത്താവിൻ്റെ പാതയെ പിൻപറ്റുവാനും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യകരമായ പദവിക്കായിട്ട് സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തു.
ലോകസ്ഥാപനത്തിനു മുമ്പ് പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ കണ്ടു. അവിടുത്തെ എല്ലാ രക്ഷണീയ പ്രവർത്തനങ്ങൾക്കായും ഇന്ന് രാവിലെ കാലം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടക്കേണ്ട ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടക്കുവാൻ സഹായിക്കണമേ. യോഗ നടപടികളെല്ലാം നിയന്ത്രിക്കുവാൻ ഞങ്ങളുടെ ദാസനെ ശക്തീകരിക്കണമേ. വിവിധ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അഭിഷിക്തന്മാരായ എല്ലാ ദൈവഭൃത്യന്മാർക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പൈതങ്ങളുടെ വിവാഹ നിശ്ചയം ഇവിടെ നടക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് മുൻപുള്ള വിവാഹ നിശ്ചയത്തെക്കുറിച്ചുള്ള ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ തന്ന് ഞങ്ങളുടെ പ്രത്യാശ പുതുക്കി വരുവാൻ ഇടയാക്കണമേ. ഇരു കുടുംബങ്ങളെയും ചർച്ചക്കാരായി സഭാജനങ്ങളായി വന്നുചേർന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ ഉയർത്തി എത്രത്തോളം കൊണ്ടുവന്ന കർത്താവിന് പിന്നെയും മഹത്വമുള്ള നാമത്തെ ഉയർത്തിപ്പാടാം. നീ എന്നെ സ്നേഹിപ്പാ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെയോ എൻ ഗൃഹമെന്തുള്ളൂ. തലമുറ തലമുറയ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം
നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. എൻ്റെ മാതൃസഭയിലെ പാസ്റ്ററായിരുന്നു പ്രിയ പാസ്റ്റർ NG ജോൺ പാസ്റ്റർ. എന്ന് വെച്ചാൽ ഈ മകളുടെ പിതാവിൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ് ബാബു പാസ്റ്റർ NG ജോൺ പാസ്റ്റർ പോട്ടൂർ IPC-യിലിരിക്കുമ്പോഴാണ് മാരാവണ്ണ് പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആ സമയങ്ങളിൽ എനിക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും കൈത്താങ്ങലും തന്ന ശ്രേഷ്ഠനായ ദീപുർത്തനാണ് പാസ്റ്റർ NG ജോൺ പാസ്റ്റർ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദുബായിൽ നിന്നും എൻ്റെ ജോലി വിട്ട് വരുന്നതിന് മുമ്പ് പ്രിയ ജെയിംസ് ജോൺ പാസ്റ്ററുടെ ജ്യേഷ്ഠൻ പ്രിയ PJ എബ്രഹാം രാജുച്ചാനുമായിട്ട് അവിടെ വെച്ചുള്ള ബന്ധം. പിൽക്കാലങ്ങളിൽ ഒറീസയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പ്രിയ ബാബുച്ചാനുമായിട്ടും സ്നേഹിക്കപ്പെടുവാനും ബന്ധപ്പെടുവാനും അവിടുത്തെ കുടുംബം മാതാവ് എല്ലാവരുമായിട്ടും ഇടിയെടുപ്പോട് ബന്ധമുണ്ടാകുവാൻ കർത്താവ് സഹായിച്ചു. പത്തനംതിട്ടയിൽ നിന്നും ദേവദാസൻ മുട്ടുവൻ കുമ്പനാട്ട് താമസമാക്കുമ്പോൾ നമ്മുടെ സഭയുടെ അംഗമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് മുതൽ പ്രിയ കെസിയാമോള് നമ്മുടെ സഭയുടെ ഒരു ആക്റ്റീവ് അംഗമായി പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് ആ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ നിശ്ചയത്തോടെ ബന്ധത്തിലാണല്ലോ നാം കൂടി വന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമേ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുള്ളൂ. നാം എന്തിനു വന്നു എന്നെല്ലാവർക്കുമൊക്കെ അറിയാമെങ്കിലും ഔപചാരികരുടെ പേരിൽ നമ്മളെ വിളിച്ചു കൂട്ടത് എന്തിനാണെന്നാണ് പ്രിയമോടെ ഭാഗത്തു നിന്നും. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ പുറമറ്റം വില്ലേജിൽ പുതുപ്പറമ്പിൽ ഷെക്കേന ഭവനത്തിൽ എൻ്റെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജെയിംസ് പി ജോണിനും മിസസ് മേഴ്സി ജെയിംസിനും കർത്താവ് കൊടുത്ത ഞങ്ങളുടെ മകൾ കസിയ സൂസൻ ജെയിംസും, പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ പാണമുറിയിൽ ഭവനത്തിൽ ബ്രദർ റെജി പീറ്റർ തങ്കച്ചനും മിസസ് ജയ റെജിക്കും കർത്താവ് കൊടുത്ത മകൻ കെവിൻ പീറ്റർ റെജിയും തമ്മിലുള്ള വിവാഹം സംബന്ധിച്ചുള്ള ആലോചന കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. പ്രസ്തുത വിവാഹ ആലോചന ഇരു ഭവനത്തിലുമുള്ള പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ കൂടി ചിന്തിച്ച് പ്രാർത്ഥനയോടെ ഒരു ധാരണയിലെത്തുവാൻ സർവശക്തനായ കർത്താവ് ഇടയാക്കിയെന്നത് ഇവിടെ ഞാൻ പ്രസ്താവിക്കുന്നു. ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള ധാരണ നിശ്ചയിച്ച് ഉറപ്പിക്കുന്നതിനായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഏവരെയും ഈ പ്രഭാതം ഇന്നിവിടെ ഞങ്ങൾ വിളിച്ച് കൂട്ടിയിരിക്കുന്നത്. സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ കാണുകയും കുടുംബങ്ങൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്ത് ആ വിവാഹത്തോടെ ബന്ധത്തിലൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിനും നിശ്ചയത്തിനുമായിട്ടാണ് നാം ഇവിടെ കൂടി വന്നത്. ആ ധാരണ എന്താണെന്നൂടെയൊക്കെ പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പം തീരും. മോൻ്റെ ഭാഗത്തു നിന്നും പ്രിയച്ചാൻ വന്നത് പറയുന്നതാണ്. ഞങ്ങളുടെ മകൻ കെവിൻ പീറ്റർ റെജിയും കുമ്പനാട് പുതുപ്പറമ്പിൽ ഷെക്കേന വീട്ടിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജെയിംസ് പി ജോണിൻ്റെ മകൾ കെസിയ സൂസൻ ജെയിംസും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഈ മാസം 22-ാം തീയതി ബുധനാഴ്ച 3:30 വള്ളിക്കോട് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തി കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ഈ മാസം 22-ാം തീയതി ബുധനാഴ്ച 3:30 ബിക്കോട് വെച്ച വള്ളിക്കോട് കോട്ടയം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ആ വിവാഹ ശുശ്രൂഷകൾ നടത്തപ്പെട്ട് വരൻ്റെ ഗ്രഹത്തിൽ പ്രവേശനത്തിന് ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ വിഷയത്തിൽ ആർക്കും ഒരു വ്യത്യസ്ത അഭിപ്രായമില്ലെങ്കിൽ അത് തീരുമാനിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഇവിടെ വെച്ച് നിശ്ചയിക്കപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ അടുത്ത ബുധനാഴ്ച 22-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:30
വള്ളിക്കോട് കോട്ടയം വള്ളിക്കോട് കൺവെൻഷൻ സെൻറ്റർ വെച്ച് നടത്തുവാൻ ഇന്നേ ദിവസം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനിച്ച വിവരങ്ങൾ ഒന്ന് രേഖയാക്കുകയും പ്രിയപ്പെട്ടവർ അതിലൊപ്പിടുകയും അത് വായിക്കുകയും ചെയ്യണം. അതിനു മുമ്പ് വിവാഹമൊക്കെ നിശ്ചയിക്കുകയാണല്ലോ, നമുക്ക് മോനെയും മോളെയൊക്കെ ഒന്ന് കാണണം. മോളും ആ സ്റ്റേജിലേക്കൊന്ന് വരാവുന്നതാണ്. രക്ഷകർത്താക്കൾ കല്യാണത്തിന് കൂടെ വന്നാലും മതി, അവരോട് വന്നാലും ഒരു കുഴപ്പവുമില്ല. ഇരിക്കാൻ വരട്ടെ. അയ്യോയ്യോ, ദൈവമക്കൾ ഈ കുഞ്ഞുങ്ങളെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പോലെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അല്ല എങ്കിൽ നിങ്ങൾക്കതാത് ആ സീറ്റിലിരിക്കാവുന്നതാണ്. ഈ സമയത്ത് കൊയറൊരു പാട്ട് പാടുന്നതും ഈ തീരുമാനിച്ച കാര്യങ്ങൾ നാം ഒന്ന് രേഖയാക്കുന്നതും വായിക്കുന്നതുമായിരിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റ് വിവാഹ നിശ്ചയ രേഖ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇഷ്ടമായാൽ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ പാണമുറിയിൽ വീട്ടിൽ റജി പീറ്റർ തങ്കച്ചനും ജയ റജി ദമ്പതികളുടെ മകനും കുമ്പഴ ദ മിഷൻ ഇന്ത്യ ട്രിനിറ്റി ചർച്ച് സഭാംഗവുമായ കെവിൻ പീറ്റർ റജിയും പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ പുറമറ്റം വില്ലേജിൽ പുതപ്പറമ്പിൽ ഷെക്കേന വീട്ടിൽ പാസ്റ്റർ ജെയിംസ് പി ജോൺ മാതാവ് മേഴ്സി ജെയിംസ് ദമ്പതികളുടെ മകളും മാരാമൺ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ സഭാംഗവുമായ കെസിയ സൂസൻ ജെയിംസും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2026 ആണ്ട് 4-ാം മാസം 22-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:30 മണിക്ക് കുമ്പഴ ദ മിഷൻ ഇന്ത്യ ട്രിനിറ്റി ചർച്ച് സഭയുടെ ചുമതലയിൽ വള്ളിക്കോട്ട് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തി വരൻ്റെ ഭവനത്തിൽ ഗ്രഹപ്രവേശനം നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. എഴുതിയ രേഖ വായിച്ചു കേട്ടല്ലോ. തുടർന്ന് ഈ കുറിയൊന്ന് കൈമാറാനായി ഇരുഭാഗത്തു നിന്നും പ്രിയപ്പെട്ടവരെ മുൻപോട്ട് ക്ഷണിക്കുന്നു. അപ്പം കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്താട്ട് എല്ലാവരും കരങ്ങളൊന്ന് കൂട്ടിയടിച്ചാട്. ക്രിസ്തുവിൽ അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാനും കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് നമ്മുടെ വലത് കരം ഒന്ന് ഉയർത്തി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ പ്രിയ പൈതങ്ങൾ പ്രിയ കെവിൻ പീറ്റർ റജിക്കായി
കെസിയ ജെയിംസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ പകൽ നടന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെടുത്ത തീരുമാനപ്രകാരം 22-ാം തീയതി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കേണ്ടതിനായി ഞങ്ങൾ സഭയായി ദൈവദാസന്മാരൊന്നിച്ച്, മാതാപിതാക്കൾ ഒന്നിച്ച്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇന്നയോളമെന്നെ നടത്തി, ഇന്നയോളമെന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. യേശു യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. യേശുവാരിലും മതിയായവൻ. യേശുവാരിലും മതിയായവൻ. വിശേഷാൽ ഇന്നത്തെ എൻഗേജ്മെൻറ്റിൽ പ്രവേശിച്ച പ്രിയ കെസിയ മോളുടെ പിതാവ് ജെയിംസിൻ്റെ മൂത്ത സഹോദരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് വചനം പറയാനായിട്ട് പറഞ്ഞപ്പോൾ അല്പം പരുങ്ങൽ എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കൊക്കെ വചനം പറയാം, പക്ഷെ നമ്മുടെ സ്വന്തം വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും അതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. തടി കണ്ടാലൊന്നും ആശാരി പേടിക്കില്ലല്ലോ, ശുശ്രൂഷയെല്ലാം ചെയ്യാൻ സാധിക്കും. എങ്കിലും ഒരു ചെറിയ പ്രയാസമുണ്ടെങ്കിലും തന്നിരിക്കുന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു.
ജെയിംസ് പറഞ്ഞു, ഇവിടെ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്ന ഫാമിലി ഇൻട്രൊഡക്ഷൻ എന്നുകൂടെ ഉണ്ട്. അധികമൊന്നും ഞാൻ അങ്ങോട്ട് ഫാമിലിയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഈ ഒരു എൻഗേജ്മെൻറ്റ് ശുശ്രൂഷയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമേറിയ അവസ്ഥയാണ്. പല മാതാപിതാക്കളിൽ നിന്നും ദുഃഖകരമായ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളെ വളരെ സ്നേഹിച്ച് താലോലിച്ച് അവർക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്ത് അവരെ വളർത്തിയെടുക്കുന്നു, ഉപരിപഠനത്തിന് വേണ്ടി അയക്കുന്നു. മടങ്ങി വരുന്നത് 2 കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ പഠിപ്പിച്ചു കൊണ്ടുവന്ന ദൈവദാസന്മാർക്ക് അവരുടെ കുടുംബജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനോ ഒരു ചോറുണ്ണുന്നതിനോ അവരെ ഒന്ന് സ്നേഹിക്കുന്നതിനോ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അവരുടെ കുടുംബജീവിതത്തിൻ്റെ ശുശ്രൂഷയിലൊന്ന് പങ്കെടുക്കുന്നതിന് സാധ്യത ലഭിക്കാതെ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമേറിയ കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇതൊരു ക്രിസ്തീയ എൻഗേജ്മെൻ്റ് ആണല്ലോ. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനത്തിൽ പണിയപ്പെടുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബാല്യകാലം മുതൽ ആവശ്യമായ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ശിക്ഷണം നാം കൊടുക്കുന്നെങ്കിൽ, മാതാപിതാക്കളുടെ മാതൃക കണ്ട് കുഞ്ഞുങ്ങൾ വളരുന്നെങ്കിൽ, ജീവിതത്തിൻ്റെ മൂല്യമെന്തെന്നുള്ളത് മനസ്സിലാക്കി നല്ല ഒരു പാസ്റ്ററൽ കെയർ, നല്ലൊരു സഭയുടെ അന്തരീക്ഷത്തിൽ, ആരാധനാ അന്തരീക്ഷത്തിൽ, ദൈവവചനത്തിൻ്റെ അന്തരീക്ഷത്തിൽ, നല്ലൊരു പശ്ചാത്തലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നെങ്കിൽ അവർ ലോകത്തിൽ എവിടെ പോയാലും അവർക്ക് യാതൊന്നും അവരെക്കുറിച്ച് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവവചനപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അവരെ സഹായിക്കും. അവൾക്ക് ഏതാണ്ട് 4 വയസ്സുള്ളപ്പോൾ ഒരു ക്രോസ് കൾച്ചറൽ ഇവാഞ്ചലിസം നടക്കുന്ന ഒറീസയിലെ ഒരു റിമോട്ടെന്ന് പറയുന്നതിന് അതിശയോക്തിയില്ല, ഒരു വിശ്വാസി പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അന്യഭാഷക്കാരുടെ ഇടയിൽ വന്ന് ഞങ്ങളോടൊത്ത് പാർത്ത് പ്രിയ കുഞ്ഞ് വളരെ അവളെ എൻജോയ് ചെയ്ത് അവളവിടെ വളർന്നു വന്നത് ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10ാമത്തെ വയസ്സിലാണ് 11ാമത്തെ വയസ്സിലാണ് അവൾ അവിടെ നിന്നും വിട്ടുപോരുന്നത്. എൻ്റെ മാതാവിൻ്റെ ശാരീരിക അസ്വാസ്ഥ്യ നിമിത്തം അവർ ആ മിഷൻ സ്റ്റേഷൻ വിടേണ്ടി വന്നു. എന്നാൽ ആ ഒരു 6-7 വർഷത്തെ അവളുടെ അവിടുത്തെ ജീവിതം ശരിക്കും ഒരു മിഷൻ ഓറിയൻറ്റഡ് ലൈഫായിരുന്നു അവൾ നയിച്ചത്. നല്ല ഒരു ആത്മീക നേതൃത്വം, എല്ലാ നിലയിലും നല്ലൊരു പക്വതയുള്ള ഒരു ആത്മീക ജീവിതത്തിൻ്റെ അടിസ്ഥാനം അവൾക്ക് ദൈവം അവിടെ വെച്ച് കൊടുത്തു. തുടർന്ന് അവൾ കേരളത്തിൽ വന്നതിന് ശേഷവും പ്രിയ ജെയിംസിൻ്റെയും മേഴ്സിയുടെയും പ്രാർത്ഥനാ അന്തരീക്ഷത്തിൽ, അവരുടെ ഉപദേശത്തിൽ, അനുഗ്രഹീതമായ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ വളരാനിടയായി. ആ ദേശത്തോടുള്ള അവളുടെ ആ ഹൃദയത്തിൻ്റെ പ്രകാശനമായിട്ട് ദൈവം അനുവദിച്ചാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒറീസയിൽ നിന്നും 2-3 ഫാമിലീസ് കടന്നു വരാനായിട്ട് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർ വരും. ഇന്നും കസിയ അവിടുത്തെ ഭാഷ മറന്നിട്ടില്ല, നല്ല ഒറിയ പറയും. അവിടെ ഉള്ളവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനുണ്ട്. അതുപോലെ തന്നെ കസിയായിട്ടുള്ള സ്നേഹം മൂലം ഞങ്ങളുടെ ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ സത്യനാരായണ മഹാറാണായും അദ്ദേഹത്തിൻ്റെ വൈഫ് സുലോചന, 2 കുഞ്ഞുങ്ങൾ, അവരും നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കും. കെവിനെക്കുറിച്ചും കേട്ടിടത്തോളം ഒത്തിരി പറയാനുണ്ടെങ്കിലും നല്ലൊരു ആത്മീക പശ്ചാത്തലമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് തരാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ നല്ല ആത്മീക പശ്ചാത്തലമുള്ള 2 കുഞ്ഞുങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടന്ന ഈ ദിവസം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, കുടുംബജീവിതത്തിന് അവർ സാക്ഷികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങളുടെ പശ്ചാത്തലം പറഞ്ഞാൽ, ഞങ്ങളുടെ വല്യപ്പച്ചൻ ഏബ്രഹാം ഗി വർഗീസ് താഴെ കുടുംബത്തിൽ പുതുപ്പറമ്പിൽ ശാഖയിൽ കുരിയിലയ്യത്ത് തോന്നിയാമലയിൽ
കർത്താവിന് വേണ്ടി പെന്തിക്കോസ്ത് വിശ്വാസത്തിന് വേണ്ടി പീഡനം അനുഭവിച്ച ഒരപ്പച്ചനാണ് എൻ്റെ വലിയപ്പച്ചൻ. തന്നെയുമല്ല, തോന്നിയാമല IPC സഭയ്ക്ക് മുളവെട്ടി മലയിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ ഒരു ഷെഡ് സ്ഥാപിച്ച് അവിടുത്തെ ആദ്യകാല പ്രവർത്തനത്തിന് ശക്തമായ നേതൃത്വം കൊടുത്ത ഒരപ്പച്ചൻ്റെ കൊച്ചുമകൻ്റെ മകളാണ് കെസിയ. ഞാൻ ഈ പറഞ്ഞത്, പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് പല കാര്യങ്ങൾ പറയാറുണ്ട്. ഇത്രാം വർഷം കർത്താവിന് വേണ്ടി തടി ചുമ്മിയ, സഭ സ്ഥാപിച്ച, പീഡനം അനുഭവിച്ച അപ്പച്ചൻ്റെ കൊച്ചുമകളാണ്. പക്ഷെ കൊച്ചുമകൾക്ക് എന്താ ഇതുമായിട്ട് ബന്ധം? വല്യപ്പച്ചൻ അനുഭവിച്ച കടന്നുപോയ ആത്മീയ അനുഭവങ്ങളോ പീഡനങ്ങളുടെ 1% പോലും അനുഭവമില്ലാത്ത തലമുറകളാണ് ഇന്നത്തെ തലമുറകളാണെന്ന് ഞാൻ പറഞ്ഞു വന്നത്. എന്നാൽ കെസിയ മോളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു സാക്ഷ്യമുണ്ട്. ഞങ്ങളുടെ വല്യപ്പച്ചൻ കാത്തു സൂക്ഷിച്ച ആ ഒരു വിശ്വാസം, അത് ഞങ്ങളുടെ പിതാവിലേക്ക് ദൈവം കൈമാറി. ആ വിശ്വാസത്തിൽ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് മാതൃകയായി നിന്നു. അതിൻ്റെ ഫലമായി വെറും ഒരു ലെഗസിയെക്കുറിച്ച് പ്രശംസിക്കുക മാത്രമല്ല, ഞങ്ങളുടെ വല്യപ്പച്ചനിലുണ്ടായിരുന്ന ആ വിശ്വാസം പൗലോസ് തിമത്യോസിന് 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ എഴുതുമ്പോൾ, തിമത്യോസേ, നിന്നിൽ ഞാനൊരു നിർവ്യാജ വിശ്വാസം കണ്ടിരിക്കുന്നു, ചെറുപ്പക്കാരനോട് പറയുകയാണ്. പക്ഷെ ആ നിർവ്യാജ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും നിൻ്റെ അമ്മ യുനിക്കിയിലും ആ വിശ്വാസം നിന്നിലുമുണ്ട്. വിവാഹം, എൻഗേജ്മെൻറ്റ്, ശുശ്രൂഷയൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പിതാക്കന്മാർ കാത്തു സൂക്ഷിച്ച വിശുദ്ധ ബൈബിളിലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കാത്തു സൂക്ഷിച്ച ആ ദൈവിക സത്യങ്ങളിൽ മുറുകി പിടിച്ച് നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറാൻ ഈ ദിവസം നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇനി ഞാൻ പെട്ടെന്ന് ഇന്ന് നടന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയോടുള്ള ബന്ധം, ദൈവവചനത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്ത്, അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏത് ശുശ്രൂഷകളുടെയും പിന്നിൽ നമുക്ക് നല്ല ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്നു, അല്ലെങ്കിൽ കയറി താമസം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠ, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ എൻഗേജ്മെൻറ്റ്, വിവാഹം, ഇതൊന്നും നമ്മൾ സാധാരണ രീതിയിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ഒന്നല്ലെന്ന് നമുക്കറിയാം. ഇതിനൊക്കെ നമുക്ക് ദൈവവചനത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ എൻഗേജ്മെൻറ്റ്, വിവാഹ നിശ്ചയം, വിവാഹം എന്ന് പറയുന്നതൊക്കെ ദൈവവചനത്തിൻ്റെ ഏതാണ്ട് 5 ശക്തമായ ഫൗണ്ടേഷനിലാണ്, അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. ഒന്നാമത്തെ ഫൗണ്ടേഷൻ നല്ലൊരു ചരിത്രപരമായ ഫൗണ്ടേഷനുണ്ട്. അടിസ്ഥാനം ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ, അത് വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2, നല്ലൊരു തിയോളജിക്കൽ ഫൗണ്ടേഷൻ നമ്മുടെ എൻഗേജ്മെൻറ്റിനും വിവാഹത്തിനുമുണ്ട്. 3, നല്ലൊരു ക്രിസ്റ്റോളജിക്കൽ ഫൗണ്ടേഷനുണ്ട്, ക്രിസ്തുശാസ്ത്രപരമായ ഒരു അടിസ്ഥാനം. അതുപോലെ സഭാശാസ്ത്രപരമായ ഒരു അടിസ്ഥാനമുണ്ട്. അവസാനമായി ഭാവിശാസ്ത്രപരമായ ഒരു അടിസ്ഥാനമുണ്ട്. ഇങ്ങനെ ഈ 5 ഫൗണ്ടേഷനിലാണ് നമ്മുടെ ഈ ശുശ്രൂഷകൾ നടക്കുന്നത്. ഈ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ നമ്മൾ നോക്കുമ്പോൾ 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന് 2-ാം വാക്യത്തിൽ ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 11-ന്റെ 2-ാം വാക്യം, 2-3 വാക്യം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് പറയുകയാണ്, കൊരിന്ത്യ പട്ടണത്തിൽ ഉടലെടുത്ത ദൈവസഭയിലെ ഓരോ വിശ്വാസികളെക്കുറിച്ചും പൗലോസ് പറയുന്നു, കേവലം നിങ്ങളോട് സുവിശേഷം പറഞ്ഞ് മാനസാന്തരപ്പെടുത്തി നിങ്ങളെ സ്നാനപ്പെടുത്തി പറഞ്ഞു വിടുന്ന ഒരു ശുശ്രൂഷയല്ല ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വിശ്വാസത്തിൽ വന്ന ഓരോ വ്യക്തികളും ഒരു നിത്യതാബോധം
ഉള്ളവരായി നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം പകർന്ന് വരും കാലങ്ങളിൽ ഒരു മണവാട്ടിയും ഒരു മണവാളനും, ഒരു കന്യകയും ഒരു പുരുഷനും എങ്ങനെ ഒരു വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുന്നുവോ, ഒരു വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നുവോ, അതുപോലെയാണ് ഞാൻ വിശ്വാസികളെ കാണുന്നത്. പൗലോസ് പറയുന്നത് ഒരു കോയിനിൻ്റെ 2 സൈഡ് പോലെയാണ് ഈ സഭയെന്ന് പറയുന്നതും കുടുംബജീവിതം എന്ന് പറയുന്നതും. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ശക്തമായ 2 ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, 1 കുടുംബം, 2 സഭ. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ള ബിസിനസ്സുകളും എക്കോണമിക്കൽ കാര്യങ്ങൾ. കുടുംബം, സഭ എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 2 ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വെല്ലുവിളികളും പീഡനങ്ങളും നേരിടുന്നത് ദൈവസഭയ്ക്കും കുടുംബജീവിതത്തിനുമാണ്. ക്രിസ്തു എന്ന മണവാളന് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെയും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഹൃദയം, ഒരു പെൺകുട്ടിയുടെ ഹൃദയം, എനിക്കറിയാം കെസിയായെ ഇനി നാളെ തൊട്ട് റോഡിലെങ്ങാനും വിട്ടാൽ അത് എവിടെയെങ്കിലും തട്ടി വീഴും. കാരണം അവളുടെ 24 മണിക്കൂറും കിടപ്പിലും ഊണിലും ഉറക്കത്തിലും എൻ്റെ കെവിൻ എന്നെൻ്റെ കെവിനെ കാണും, എന്ന് കെവിനുമായി ഞാൻ ഒന്നിച്ച് ജീവിക്കാൻ ഇടയാകും. കർത്താവേ, ആ വിവാഹ ദിവസം പെട്ടെന്ന് ഇങ്ങനെ വന്നാൽ നന്നായിരുന്നു. അത് മാത്രമായിരിക്കും കെസിയായുടെ ഉദ്ദേശം. വഴിയിൽ കൂടി ഇനിയും 10 കെവിൻ പോയാലും ഈ കെവിനെ കെസിയായ്ക്ക് തിരിച്ചറിയാം. വിവാഹ ദിവസം വരെ ഈ കെവിനായിരിക്കും കെസിയായുടെ ധ്യാനം. അങ്ങനെയെങ്കിൽ തിരുവചന വെളിച്ചത്തിൽ നമ്മൾ ഈ ഗെറ്റപ്പ്, ഇതൊക്കെ ഈ പൂവും ആഹാരമൊക്കെ കഴിച്ച് കൈ കഴുകി പോകാനല്ല ദൈവം നമ്മളിവിടെ ഈ ഒരു ചെറിയ 10 പേരായിക്കൊള്ളട്ടെ കൊണ്ടിരുന്നൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ നമ്മുടെ കർത്താവുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം അവൻ നമുക്ക് തന്നിരിക്കുകയാണ്. അവൻ നമ്മെ നിർമ്മല കന്യകയായി, വിശുദ്ധ സഭയായി അവൻ നമ്മളെ നിയമിച്ചിരിക്കുകയാണ്. സഭ ദൈവത്തിൻ്റെ വിശുദ്ധി കൈവിടരുത്, വിശ്വാസി ദൈവത്തിൻ്റെ വിശുദ്ധി കൈവിടരുത്. ക്രിസ്തു എന്ന മണവാളന് വേണ്ടി ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും അവനോടൊത്ത് കോടി കോടി യുഗം ജീവിക്കേണ്ടതിന് നമ്മെ തന്നെ ഒരുക്കേണ്ട സമയമാണ് രക്ഷിക്കപ്പെട്ട ദൈവവേദലിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ നാം ദൈവം തന്ന ഭൗതിക നന്മകൾ അതിൽ ആഘോഷിച്ച് നാം എൻജോയ് ചെയ്ത് ഒരു കോമ്പറ്റിറ്റീവ് ജീവിതം, സമൂഹം എങ്ങനെ പോകുന്നു അതോടൊപ്പം ഞാനും ഒരു കോമ്പറ്റിറ്റീവ് ജീവിതം നയിക്കും, എനിക്കും വല്ല വിധേന ഇവിടെ എന്തെങ്കിലുമായി തീരണം. ദൈവമക്കളെ, ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ പ്രൗഢികളും, എല്ലാ ആഡംബരങ്ങളും, എല്ലാ ധനവും, എല്ലാ സ്വർണവും, എല്ലാ സ്ഥാനവും, മാനവും, സകലതും കല്ലറ കൊണ്ട് അവസാനിക്കും. പക്ഷേ ഒരു ദൈവത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് കല്ലറയ്ക്ക് ശേഷമല്ല, കല്ലറയിൽ നിന്നാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. ദ ക്രിസ്ത്യൻ ലൈഫ് ബിഗിൻ ഫ്രം ദ ബറിയൽ യാർഡ്. നമുക്കൊരു മരണം വേണം, നമുക്കൊരു നിത്യതയുടെ പ്രത്യാശ വേണം, നിത്യതയുടെ ഒരു ലക്ഷ്യം വേണം. ഈ ലോകത്തിലെല്ലാം ചപ്പും കുപ്പയും നമ്മൾ എണ്ണണം. ഈ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ വിലപിടിപ്പുള്ള ഒന്നാണ്. എന്തിനാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്? ഇന്നും നമ്മളെ തന്നെ ശോധന ചെയ്യാനാ, അല്ലാതെ വേറൊന്നിനും അല്ല. സ്തോത്രം. കെസിയായും കെവിനും വരും കാലങ്ങളിൽ എങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന് വേണ്ടി അവർ ചിന്തിച്ച്, അവർ ധ്യാനിച്ച്, അവരെ തന്നെ നിർമ്മലരായി ഒരുക്കി ആ വിവാഹ ദിനത്തിന് വേണ്ടി ഒരുക്കുന്നു, അതുപോലെ നമുക്കും നമ്മുടെ ആത്മമണവളനായ കർത്താവ് വരും. അല്ലെങ്കിൽ നമ്മുടെ മരണം സംഭവിക്കും. നിർമ്മല കന്യയായി, അതെ, ഒരു നിർമ്മല കന്യ എങ്ങനെ ഭർത്താവിൻ്റെ ആ ചെയറിൻ്റെ വലത്തുവശത്തിരിക്കുന്നു അതുപോലെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ പട്ടമഹർഷിയായി അവൻ്റെ സിംഹാസനത്തിൽ അവനോടൊപ്പം തിരിപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുങ്ങാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. വിശേഷാൽ ഈ കുടുംബത്തെ ഓർത്ത് പറയുമ്പോൾ ഒരു കാര്യം എനിക്കൊരിക്കലും മറക്കാൻ വയ്യാത്ത ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ കെസ്യാമോളുടെ വല്യപ്പച്ച് സുപ്രസിദ്ധനായ കേരളക്കരയിലും ലോകത്തിൻ്റെ അനേകയിടങ്ങളിലും കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട പാസ്റ്റർ V.A. തോമസിൻ്റെ മകളാണ് പ്രിയ മേഴ്സി, കെസിയായുടെ മമ്മി. അത് ഞാൻ വിട്ടുപോയതിനോട് ക്ഷമിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇങ്ങനെയുള്ള നല്ല 2 പശ്ചാത്തലമുള്ള ആ കുടുംബത്തിൻ്റെ ലെഗസി ഏറ്റെടുക്കാൻ
ലെഗസിയിലുള്ളൊരു പെൺകുഞ്ഞെന്നല്ല, അങ്ങനെയുള്ള ലെഗസി ഏറ്റെടുത്ത് കാലുകൾ വയ്ക്കുവാൻ അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ ദൈവം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് സമയം അനുവദിച്ചു തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.